ഈ മൂവിയുടെ കഴിഞ്ഞ ഭാഗത്തിൽ നമ്മൾ കണ്ടത് ഹീറോയുടെ മുൻപിൽ വെച്ച് തന്നെ മേയറുടെ തല കില്ലർ വെട്ടി മാറ്റുന്നതാണ്. ആ തലയാണെങ്കിൽ വന്ന് വീഴുന്നത് ഹീറോയുടെ അടുത്തായിരുന്നു. അത് ആ കില്ലർ വന്ന് എടുത്തുകൊണ്ട് പോകുന്നു. സീനിലെ പേടിച്ച് പനി പിടിച്ച് നമ്മുടെ ഹീറോ കിടക്കയിൽ കിടക്കുകയാണ്. ആരെയും തന്നെ റൂമിലേക്ക് കടത്തി വിടുന്നുണ്ടായിരുന്നില്ല. എന്നാൽ അവനെ കാണാനായി ഹീറോയിനും അച്ഛനും വരികയാണ്. അവൻ അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ്, ഞാൻ കണ്ടു ആ തലയില്ലാത്ത ജഡമാണ് കൊലയൊക്കെ ചെയ്യുന്നത്. എന്റെ തൊട്ടു മുന്നിൽ വെച്ചാണ് അയാൾ മേയറുടെ തല വെട്ടി മാറ്റിയത് എന്ന് പറഞ്ഞ് നിമിഷം നേരം കൊണ്ട് അവന്റെ ബോധം പോകുന്നു. എന്നാൽ നമ്മുടെ ഹീറോ ഒരു സ്വപ്നത്തിലേക്ക് പോവുകയാണ്. അവന്റെ സ്വപ്നത്തിൽ അവന്റെ കുട്ടിക്കാലത്ത് സംഭവിച്ച കാര്യങ്ങളാണ് കാണിക്കുന്നത്. അവന്റെ കുട്ടിക്കാലത്ത് അവനും അവന്റെ അമ്മയും വളരെ സന്തോഷത്തോടു കൂടിയാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ അവന്റെ അച്ഛൻ ഒരു പ്രീസ്റ്റ് ആയിരുന്നു. സാത്താൻ സേവ ചെയ്യാനായി അവന്റെ അച്ഛൻ എപ്പോഴും അവന്റെ അമ്മയെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ആ സ്ത്രീക്ക് അതിലാണെങ്കിൽ താല്പര്യവും ഉണ്ടായിരുന്നില്ല. ശേഷം പെട്ടെന്ന് തന്നെ അവൻ സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി ഉണരുന്നു. വീഡിയോസ് കാണാൻ നമ്മുടെ പുതിയ കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതേപോലെ തന്നെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും. അടുത്ത സീനിൽ മേയറുടെ ചടങ്ങുകൾക്ക് ശേഷം എല്ലാവരും പള്ളിയിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഹീറോ അവിടേക്ക് വരുന്നു. ഹീറോ പറയുന്നുണ്ട്, ആർക്കെങ്കിലും ആ കില്ലറെ കുറിച്ചിട്ട് കാട്ടിലേക്ക് വരാൻ ധൈര്യമുണ്ടോ എന്ന്. എന്നാൽ അവരാരും അതിന് ധൈര്യപ്പെട്ടിരുന്നില്ല. ആരും തന്നെ ഒന്നും മിണ്ടുന്നുണ്ടായിരുന്നില്ല. എന്നാൽ ആ കുട്ടി മാത്രം പറയുന്നു, ഞാൻ വരാമെന്ന്. ഈ മൂവിയുടെ നെക്സ്റ്റ് പാർട്ട് കാണാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ.